وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد. الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول فتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إذا قيل لكم تفصحوا في المجالس فافصحوا يفصح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൃഷ്ടാവും പരിപാലകനുമായ ജഗന്നിയന്താവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 58-ാം അധ്യായമായ സൂറത്തുൽ മുജാദിലയിലെ 7 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നും അള്ളാഹു എല്ലാം അറിയുന്നുണ്ടെന്നും കൃത്യമായ ബോധം നമുക്കുണ്ടാകണമെന്നും എവിടെ വെച്ച് എത്ര രഹസ്യമായി നാം ചെയ്താലും അത് അള്ളാഹു തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു എല്ലാത്തിനും നമ്മോടൊപ്പം സാക്ഷിയായിട്ടുണ്ട് എന്ന ഏറെ ഗൗരവമായ ഒരു കാര്യമാണ് അള്ളാഹു കഴിഞ്ഞ ആയത്തുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 8-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവിടെ യഹൂദികളുമായി പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു സന്ധിയിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ മുസ്ലിമീങ്ങളാകുന്ന സ്വഹാബത്തിന്റെ ഇടയിലൂടെ ഈ കരാറിൽ ഏർപ്പെട്ട യഹൂദികൾ നടക്കുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ ഒരു ഒരു രഹസ്യ സംഭാഷണം നടത്തിക്കൊണ്ട് ഇങ്ങനെ പോവുക പതിവായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഈ വർത്തമാനവും ആ പെരുമാറ്റവും ആ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ മുസ്ലിമീങ്ങളാകുന്ന സ്വഹാബികൾക്ക് അവർ ഞങ്ങളെക്കുറിച്ച് എന്തോ രഹസ്യ സംഭാഷണം നടത്തുകയാണോ എന്ന് അവർ മനസ്സിലാക്കണമെന്നും അത് മുഖേന ആ മുസ്ലിമീങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പരിഹസിക്കുകയും അവരുടെ മനസ്സുകളിൽ ഒരു ആശങ്ക ജനിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ജൂതന്മാരുടെ ഈ രഹസ്യ സംഭാഷണത്തിലൂടെ അവർ ലക്ഷ്യമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നതാണ് 8-ാമത്തെ ആയത്ത്. അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വാ. അലം തറ, നീ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? നബിയോട് ചോദിക്കുകയാണ് അല്ലാഹു, നീ കാണുന്നില്ലേ, നീ കണ്ടില്ലേ? ഇലല്ലദീന, ഒരു കൂട്ടരെ, നുഹു, അവർ വിരോധിക്കപ്പെട്ടവരാണ്, അനിൻ നജ്വാ, രഹസ്യ സംസാരത്തെ കുറിച്ച്. രഹസ്യ സംസാരം പാടില്ല. അങ്ങനെ ഏത് രഹസ്യ സംസാരം നടത്തിയാലും നിങ്ങളുടെ മൂന്നാളുകളാണ് രഹസ്യ സംഭാഷണം നടത്തുന്നതെങ്കിൽ നാലാമനായി അള്ളാഹു ഉണ്ട്. അത് തീർച്ചയായും അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. അവർ എവിടെയാണെങ്കിലും അവരോടൊപ്പം അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യ സംഭാഷണം പാടില്ല എന്ന് കൃത്യമായി നിരോധിച്ചിരുന്നു. എന്നിട്ടും നുഹു അനിൻ നജ്വാ, രഹസ്യ സംഭാഷണത്തെ കുറിച്ച് വിലക്കം ചെയ്തിട്ടുള്ളവരെ നീ കാണുന്നില്ലേ? സുമ്മാ, പിന്നീട് യഊദൂന, അവർ മടങ്ങുന്നു, ലിമാ നുഹു അൻഹു, ഏതൊന്നിനെയാണോ അവർക്ക് വിലക്കപ്പെട്ടത് ആ വിലക്കപ്പെട്ടതിലേക്ക് തന്നെ അവർ മടങ്ങുകയും ചെയ്യുന്നു. രഹസ്യ സംഭാഷണം പാടില്ല എന്നവരോട് വിലക്കിയിട്ടും വീണ്ടും ആ രഹസ്യ സംഭാഷണം അവരിങ്ങനെ ആവർത്തിക്കുകയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്.
അത് ജൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ وَيَتَنَاجَوْنَ بِالْإِثْمِ وَالْعُدْوَانِ وَمَعْصِيَةِ الرَّسُولِ വയതനാജൗന അവർ പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. അവര് രഹസ്യമായ വർത്തമാനം പറയുന്നത് എന്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്? ബിൽ ഇസ്മി, കുറ്റമായ ചിന്തയാണ്, കുറ്റമായതിനെ കുറിച്ചാണ് രഹസ്യമായ വർത്തമാനം പറയുന്നത്. ഇസ്മ പാപം, കുറ്റം, വൽ ഉദ്വാൻ അതിക്രമവും, അതേ പ്രകാരം വമഅസിയത്തിർ റസൂൽ റസൂലിനോട് അനുസരണക്കേടുമായിട്ടാണ്. ഈ 3 ചിന്തയാണ് അവരുടെ രഹസ്യ സംഭാഷണത്തിലുള്ളത്. ഒന്ന്, അത് കുറ്റകരമായ ആ പാപമാണ്, അത്തരം വർത്തമാനങ്ങളാണ് അവർ പറയുന്നത്. അതിക്രമമായ വർത്തമാനമാണ് പറയുന്നത്. റസൂലിനോടുള്ള അനുസരണക്കേടും, ഇതൊക്കെയാണ് അവർ പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അവർ നല്ല ചിന്തയിലല്ല അവർ ഈ സംസാരം നടത്തുന്നതും സ്വഹാബത്തിന്റെ മുസ്ലിമീങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ഖുശൂഷ് പറഞ്ഞുകൊണ്ട് അവർ പോകുന്നതും. അവർക്ക് അതിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. വഇദാ ജാഊക, അവർ നിന്റെ അടുക്കൽ വന്നാൽ. ഇനി മറ്റു അവരുടെ ഒരു നിലപാടിനെ കുറിച്ച് പറയാം. ഒന്ന്, അവരിങ്ങനെ അതിക്രമവും പാപവും റസൂലിനോടുള്ള അനുസരണക്കേടുമായി അവർ രഹസ്യ സംഭാഷണം നടത്തുന്നു. രണ്ടാമത്തത് വഇദാ ജാഊക, ആ ജൂതന്മാരാകുന്ന ആളുകൾ നിന്റെ അരികിൽ വന്നാൽ, ആ യഹൂദികളാകുന്ന ആളുകൾ നിന്റെ അരികിൽ വന്നാൽ, ഹയ്യൗക, അവർ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. ബിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ വരും, ആ യഹൂദികൾ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അഭിസംബോധനം ചെയ്യും. എന്തുകൊണ്ടാണ് അവർ അഭിസംബോധനം ചെയ്യുന്നത്? ബിമ, ഒരു അഭിവാദ്യം കൊണ്ടാണ്. ലം യുഹയ്യിക ബിഹി, അതുകൊണ്ട് നിനക്ക് അഭിവാദ്യം ചെയ്തിട്ടില്ല അല്ലാഹു അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത, അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത ചില വാക്കുകൾ കൊണ്ടാണ് അവർ നിന്നെ അഭിസംബോധനം ചെയ്യുക. എന്നിട്ട് വയഖൂലൂന, അവര് പറയുകയും ചെയ്യുന്നു, ഫി അൻഫുസിഹിം, അവർ തമ്മിൽ തങ്ങളുടെ മനസ്സിൽ അവർ പറയുകയും ചെയ്യുന്നു. എന്ത്? ലൗലാ യുഅദ്ദിബുനാ, നമ്മെ ശിക്ഷിക്കാത്തത് എന്താണ്? അല്ലാഹു ശിക്ഷിക്കാത്തത് എന്താണ്? അല്ലാഹുവിനൊന്ന് ശിക്ഷിച്ചുകൂടെ? ബിമാ നഖൂലു, നാം പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിവാദ്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ള അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാണ്. എന്നാൽ ഈ യഹൂദികളാകുന്ന ആളുകളുടെ അവരുടെ അഭിവാദ്യം എന്തായിരിക്കും? ഒരു ചെറിയ മാറ്റം അവർ വരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയും അവർ. അസ്സലാമു അലൈക്കും കേട്ടാൽ അതിന് വലിയ തകരാറൊന്നുമില്ല, അസ്സലാമു അലൈക്കും പോലെ തന്നെയാണ്. പക്ഷേ അവർ പറയുക അസ്സാമു അലൈക്കും എന്നാണ്. അല്ലാഹു തആല പറയാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാന ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ അവർ പറയുന്ന വാചകം എന്താണ്? അസ്സാമു അലൈക്കും. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ അവർ ആ ലക്ഷ്യത്തിലാണ് അസ്സാമു അലൈക്കും എന്ന് പറയുക. അങ്ങനെ അസ്സാമു അലൈക്കും എന്ന് അവർ പറയും. അത് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും അവർ അഭിസംബോധനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു തആല പറയുന്നത് എന്താ? വയഖൂലൂന, അവർ പറയുകയും ചെയ്യും, ഫി അൻഫുസിഹിം, അവർ തമ്മിൽ അവർ അഭിപ്രായപ്പെടും. എന്ത്? ലൗലാ യുഅദ്ദിബുന അല്ലാഹു ബിമാ നഖൂൽ, നാം ഇങ്ങനെ അഭിസംബോധനം ചെയ്തിട്ടും എന്താണ് അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കാത്തത്? അല്ലാഹു എന്താണ് നമുക്ക് ശിക്ഷ നൽകാത്തത്? അല്ലാഹുവിനെ നമ്മെ ഒന്ന് ശിക്ഷിച്ചുകൂടെ? അല്ലാഹുവിന്റെ ആ വാക്കിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് അല്ലാഹുവിനെ നമ്മെ ഒന്ന് ശിക്ഷിച്ചുകൂടെ എന്ന് അവർ പറയുകയും ചെയ്യും. അതിന്റെ മറുപടിയാണ് ആ ആയത്തിന്റെ തൊട്ടുടനെ അല്ലാഹു പറയുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഈ യഹൂദികൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് അസ്സലാമു അലൈക്കും എന്ന് യഹൂദികൾ പറഞ്ഞപ്പോ മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി? വഅലൈക്കുമുസ്സലാം വല്ലഅന. കൃത്യമായി ആ സമയത്ത് തന്നെ ആയിഷ ഉമ്മ മറുപടി കൊടുക്കുക, വഅലൈക്കുമുസ്സലാം വല്ലഅന, നിങ്ങൾക്ക് മരണവും ശാപവും ഉണ്ടാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആയിഷ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന യഹൂദികളുടെ ആ അഭിവാദ്യത്തിന് മറുപടി കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മ പറയുകയാണ്, എന്നോട് പറഞ്ഞു, ആയിഷ ക്ഷമിക്കണം, ആയിഷ ക്ഷമിക്കണം, എല്ലാ കാര്യത്തിലും മയം പ്രവർത്തിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ആയിഷ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ശോഭിക്കേണ്ടവരല്ല, ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ആ സമയത്ത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിനോട്, തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് പറയുന്ന, നബിയേ കേട്ടില്ലേ അങ്ങ് അവരുടെ വർത്തമാനം, അവരുടെ അഭിവാദ്യം അങ്ങ് കേട്ടില്ലേ? സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയോട് പറയാ, അതിന് ആയിഷ, ഞാൻ അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ അലൈക്കും എന്ന് ഞാനും മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അർത്ഥം. അതിൽ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി അലൈക്കും, നിങ്ങൾക്കും അത് ഉണ്ടാകട്ടെ.
അതായത് എനിക്കല്ല അത് ഉണ്ടാകേണ്ടത്, അത് നിങ്ങൾക്കാണ് എന്ന് ഞാനും മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ഉമ്മയോട് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവം അക്കാലഘട്ടം മുതലേ യഹൂദികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും അറുകൊല ചെയ്യുന്ന ഈ യഹൂദികൾ ആദ്യഘട്ടം മുതലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമീങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും അവർ ഇല്ലാതെയാകുവാനും അവരുടെ മരണവും അവർ നശിക്കുന്നതും അവർ ഇല്ലാതെയാകുന്നതും അവരുടെ പരീക്ഷണങ്ങളും എല്ലാം അവർ ആഗ്രഹിച്ചവരായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഭിവാദ്യം ചെയ്തിട്ടും അള്ളാഹുവിന് ഞങ്ങൾ പറഞ്ഞത് കാരണത്താൽ ഞങ്ങളെ ഒന്ന് ശിക്ഷിച്ചുകൂടെ? എന്താണ് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാത്തത് എന്ന് അവർ പറയും. പരിഹാസത്തോടു കൂടെയാണ് പറയാ. അതിന് അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ് ബാക്കി. ഹസ്ബുഹും ജഹന്നമു യസ്ലൗനഹാ ഫബിഅസൽ മസീർ. ഹസ്ബുഹും അവർക്ക് മതി ജഹന്നം, നരകം. നിങ്ങൾ അള്ളാഹു ഒന്ന് ശിക്ഷിക്കുന്നില്ല എന്ന് ബേജാറൊന്നും വേണ്ട. ഹസ്ബുഹും അവർക്ക് മതി ജഹന്നം, നരകം. യസ്ലൗനഹാ അതിലവർ എരിയുക തന്നെ ചെയ്യും. ആ നരകത്തിൽ അവർ കത്തി എരിയുക തന്നെ ചെയ്യും. ആ നരകം അവർക്ക് മതി. ഫബിഅസൽ മസീർ അവരുടെ പര്യവസാനം, അവർ മടങ്ങി ചെല്ലുന്ന സ്ഥലം ഏറെ ചീത്തയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പരിഹാസത്തിനും മറുപടി കൊടുത്തു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുന്നത്, 8ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠം കൂടെയുണ്ട്. എന്താണത്? ബിമാലം യുഹയ്യിക ബിഹില്ല. അല്ലാഹു അവിടെ പറഞ്ഞു എന്ത്? വഇദാ ജാഊക നിന്റെ അരികിൽ അവർ വന്നാൽ ഹയ്യൗക നിന്നോട് അവർ അഭിസംബോധനം ചെയ്യുക. ബിമാലം യുഹയ്യിക ബിഹില്ല അള്ളാഹു അഭിസംബോധനം ചെയ്തിട്ടുള്ള വിഷയം അല്ല. അള്ളാഹു നിന്നെ അഭിവാദ്യം ചെയ്തിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിന്നെ അഭിവാദ്യം ചെയ്യുക എന്നതാണ്. ഇതിൽ നിന്ന് വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള മഹത്തായ ഒരു പാഠം എന്താണെന്നറിയോ? ലോകത്ത് ഒരുപാട് അഭിവാദന രീതികളുണ്ട്. നേരം വെളുത്താൽ ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് ഈവനിങ്, അങ്ങനെ പലതരത്തിലുള്ള അഭിവാദന രീതികൾ നമുക്ക് ലോകത്ത് കാണാവുന്നതാണ്. പക്ഷെ വിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള, അള്ളാഹു നബിയെ അഭിസംബോധനം ചെയ്തിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അഭിവാദ്യം ചെയ്തിട്ടുള്ള ആ അഭിവാദന രീതിയല്ലാതെ മറ്റൊരു അഭിവാദന രീതിയും സ്വീകരിക്കരുത് എന്ന ഒരു പാഠമാണ്. നമ്മൾ അതിന്റെ പിന്നാലെ പോകേണ്ടവരല്ല. എവിടെയും പറയാൻ പറ്റാവുന്ന ഒരു വാചകമാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാകുവാൻ. വിശ്വാസികളാകുന്ന ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടേണ്ടവരാണ്. നിങ്ങളുടെ ഇടയിലുള്ള ഇഷ്ടവും സ്നേഹവും അത് നിലനിൽക്കുവാൻ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത് എന്താ? അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, സലാം പരക്കെ പറയുക. അത് നിങ്ങൾക്ക് പരിചയമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ എപ്പോഴും സലാം പറയുന്ന, അത് വർദ്ധിപ്പിക്കുന്ന ഒരു ശീലം വിശ്വാസികളിൽ ഉണ്ടാകണം. അത് അസ്സലാമു അലൈക്കും എന്ന ആ മഹത്തായിരിക്കുന്ന അഭിവാദന രീതിയാകണം. മറ്റു പാശ്ചാത്യ പൗരസ്ഥർ കൊണ്ടുവന്ന ഏതെങ്കിലും അഭിവാദന രീതിയോട് ആഭിമുഖ്യം പുലർത്തേണ്ടവരോ അത് കൊണ്ടു നടക്കേണ്ടവരോ അതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കേണ്ടവരോ അല്ല വിശ്വാസികൾ എന്ന മഹത്തായ പാഠമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, മറ്റ് അഭിവാദന രീതികളെ പോലെയല്ല. മറ്റ് അഭിവാദന രീതികളൊന്നും എല്ലാ സ്ഥലങ്ങളിലും ഫിറ്റാവുകയില്ല. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ബാപ്പ മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്നു, ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അത് ആ സമയത്തേക്ക് ഒരിക്കലും യോജിക്കുകയില്ല. എന്നാൽ മരണപ്പെട്ട് കിടക്കുന്ന വേദന മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ അരികിൽ ചെന്നുകൊണ്ട് നമുക്ക് പറയാം അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന്. രോഗിയായി വേദന കടിച്ചിറക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന ഒരു മനുഷ്യന്റെ അരികിൽ ചെന്നുകൊണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അവന്റെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാൽ എത്ര വേദനിക്കുന്ന മനുഷ്യനോടും പറയാം അസ്സലാമു അലൈക്കും, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യവും രക്ഷയും സമാധാനവും നിനക്കുണ്ടാകട്ടെ എന്ന് പറയാം. അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ച അഭിവാദന രീതിയാണ് വിശ്വാസികളാകുന്ന ആളുകൾ ഏത് സമയത്തും അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. അതെല്ലാവരോടും പരസ്പരം പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. വീട്ടിലേക്ക് കയറുമ്പോൾ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, പരസ്പരം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയണം, എപ്പോഴും പറയണം. അത്തരത്തിൽ നമ്മുടെ മക്കളെയും കുടുംബത്തെയും ശീലിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്ന മഹത്തായ ഒരു പാഠം, ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേതെങ്കിലും അഭിവാദ്യ രീതികൾക്ക് പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന മഹത്തായ ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നൽകുന്നത്. തുടർന്ന് മറ്റൊരു വിഷയമാണ് അല്ലാഹു തആല സത്യവിശ്വാസികളെ ഉപദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തനാജൈതും ഫലാ തതനാജൗ ബിൽ ഇസ്മി വൽ ഉദ്വാനി വ മഅസിയതിർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, രഹസ്യ സംഭാഷണം പാടില്ല എന്ന് മുകളിൽ പറഞ്ഞു. യഹൂദികളുടെ രഹസ്യ സംഭാഷണം എന്തിനു വേണ്ടിയായിരുന്നു, എങ്ങനെയുള്ളതായിരുന്നു എന്നും അള്ളാഹു പറഞ്ഞു. ഒന്ന്, അത് പാപമായിരുന്നു. അതേ പ്രകാരം പരസ്പരം അക്രമത്തിന് വേണ്ടിയുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരണക്കേട് കാണിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ രഹസ്യ സംഭാഷണത്തിന്റെ ഉദ്ദേശം.
തുടർന്ന് അല്ലാഹു തആല പറയാ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇദാ തനാജയ്തും, നിങ്ങൾ രഹസ്യ സംസാരം നടത്തുന്നതായാൽ. രഹസ്യ സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ, മറ്റുള്ളവരൊന്നും അറിയാതെ രണ്ടാളുകൾ കൂടി വർത്തമാനം പറയാണ്, രഹസ്യമായി വർത്തമാനം പറയുകയാണ്, സ്വകാര്യം പറയുകയാണ്. അതല്ലെങ്കിൽ നമ്മളൊരു മീറ്റിംഗ് കൂടുകയാണ്, ഒരു യോഗം കൂടുകയാണ്, അതല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മളൊരു ചർച്ച ചെയ്യുക, എല്ലാത്തിലേക്കും ഇത് ബാധകമാണ്. വിശ്വാസികളാകുന്ന ആളുകൾ എവിടെ വെച്ചുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും, അവരുടെ യോഗങ്ങളിലും അവരുടെ ചർച്ചകളിലും, വീടകങ്ങളിലാകട്ടെ അതല്ലെങ്കിൽ റൂമിൽ വെച്ചുകൊണ്ടാകട്ടെ, എവിടെ വെച്ചുകൊണ്ടാണെങ്കിലും വിശ്വാസികളാകുന്ന ആളുകൾ ചർച്ചകൾ നടത്തുമ്പോൾ അതിലുണ്ടാകേണ്ട നിലപാട് അത് ഏത് തരത്തിലാകണം എന്നാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണത്? ഇദാ തനാജയ്തും, നിങ്ങൾ പരസ്പരം രഹസ്യ സംഭാഷണം നടത്തുന്നതായാൽ, ഫലാ തതനാജൗ, നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്താൻ പാടില്ല. നിങ്ങളുടെ ആ ചർച്ചകളിൽ, നിങ്ങളുടെ ആ യോഗത്തിൽ വരാൻ പാടില്ല, ആ സംഭാഷണങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. എന്ത്? ബിൽ ഇസ്മ, ഒന്ന് കുറ്റകരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പാപത്തിന് വേണ്ടിയുള്ള ചർച്ചകളാകരുത്. അതേ പ്രകാരം വൽ ഉദ്വാൻ, അതിക്രമം, മറ്റാരെങ്കിലും കൊല്ലാനോ കൊലവിളി നടത്തുവാനോ അക്രമം നടത്തുവാനോ ഉള്ള ഒരു ഗൂഢാലോചനയും നിങ്ങൾ നടത്തരുതേ വിശ്വാസികളെ. അല്ലാഹു പറയുക. ഇത്ര ശക്തമാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിലയിരുത്തേണ്ടതാണ്. ഒരു ചർച്ചകളും ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വേദനിപ്പിക്കുവാനോ ആക്രമിക്കുവാനോ ഉള്ള ഒരു ലൈറ്റ് അണച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും വിശ്വാസികളാകുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുതെന്ന് അല്ലാഹു പറയുന്നത്. കുറ്റകരമായ ഒരു ചർച്ചയും ഉണ്ടാകരുത്, ഒരു രഹസ്യ സംഭാഷണവും ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, കുറ്റകരമാകരുത്. അതേ പ്രകാരം വൽ ഉദ്വാൻ, അതിക്രമം ഉണ്ടാകരുത് ചർച്ചകളിൽ. മൂന്നാമത്തത് വമഅസിയത്തുർ റസൂൽ, അതേ പ്രകാരം റസൂലിനോട് അനുസരണക്കേടും സംബന്ധിച്ച് രഹസ്യ സംഭാഷണം നിങ്ങൾ നടത്തരുത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു വിഷയത്തെ അതിനെ പബ്ലിസിറ്റി ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും ബിദ്അത്തിന് വേണ്ടി, അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി, അനാചാരങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു സംഭാഷണവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന് ശക്തമായി അല്ലാഹു തആല വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ചർച്ചകളിൽ കുറ്റങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ഒരിക്കലും അക്രമത്തിന്റെ വാസനയുള്ള വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും മെസ്സേജുകളും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് വിലക്കപ്പെട്ട, റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു വിഷയവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംഭാഷണം നടത്താൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് രഹസ്യ സംഭാഷണം നടത്താം, നിങ്ങൾക്ക് യോഗങ്ങൾ കൂടാം, എല്ലാം ആവാം. പക്ഷേ അതിലുണ്ടാകേണ്ടത് എന്താണ്? വതനാജൗ, നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തിക്കൊള്ളൂ. നിങ്ങൾക്ക് രഹസ്യ സംഭാഷണം നടത്താം, പക്ഷേ അത് ബിൽ ബിർറ്, അത് പുണ്യമാകണം, പുണ്യകരമായ കാര്യമാകണം. നല്ല ഒരു കാര്യത്തിന് രണ്ടാളോ മൂന്നാളോ 10 ആൾ യോഗം കൂടാ. എന്തിനാ? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു വീട് വെച്ച് കൊടുക്കണം. ഒരാൾ രോഗിയാണ്, അവൻ മറ്റേതോ മതത്തിൽപ്പെട്ടവനാണ്, എന്നാലും അവൻ എങ്ങനെയെങ്കിലും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് നമുക്കൊരു ചർച്ചയാകാം, ഒരു രഹസ്യ സംഭാഷണമാകാം. അങ്ങനെ ഏത് വിഷയത്തിലാണെങ്കിലും ആ രഹസ്യ സംഭാഷണം എന്തിനു വേണ്ടിയുള്ളതാകണം? ബിൽ ബിർറ്, ഗുണകരമായ കാര്യത്തിന് മാത്രമേ രഹസ്യ സംഭാഷണം പാടുള്ളൂ. അതേ പ്രകാരം വത്തഖ്വ, ഭയഭക്തിയും സംബന്ധിച്ച്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ മനുഷ്യനെ നന്നാക്കാൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, അത്തരം ചർച്ചകളൊക്കെ നല്ലതാണ്. അതൊക്കെ ആവാം. എന്തിനു വേണ്ടിയാ? നാടിന്റെ നന്മക്ക് വേണ്ടിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്. അങ്ങനെ റഹ്മാനായ റബ്ബിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും നല്ല ഭക്തിയുള്ളവരാക്കി തീർക്കുവാനുമുള്ള ചർച്ചകളാണ്, ഗുണകരമായ രഹസ്യ സംഭാഷണങ്ങൾ മാത്രമേ നിങ്ങൾ നടത്താവൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, ഇലൈഹി, ആ റബ്ബിങ്കലേക്കാണ്, തുഹ്ശറൂന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആ അള്ളാഹുവിനെ നിങ്ങൾ കൃത്യമായി ഭയപ്പെടുന്നവരാകണം. ഏത് ചർച്ചകളിലും യോഗങ്ങളിലും ഗ്രൂപ്പുകളിലും വാട്സാപ്പുകളിലും ഏത് സോഷ്യൽ മീഡിയകളിലും എവിടെ വെച്ചുകൊണ്ട് എന്തും ചർച്ച ചെയ്യുമ്പോൾ അത് ഗുണകരമായ കാര്യമാണ്. അത്തരം ചർച്ചകളിലേ നമ്മൾ പങ്കെടുക്കാവൂ, അത്തരം യോഗങ്ങളിലേ നമ്മൾ പങ്കെടുക്കാവൂ, അത്തരം ആളുകളോടൊപ്പമേ നമ്മൾ ഇരിക്കാവൂ. അള്ളാഹുവിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു ചർച്ചകളിലും യോഗങ്ങളിലും രഹസ്യ സംഭാഷണങ്ങളിലും ഞാനും നിങ്ങളും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു തആല നമ്മെ താക്കീത് നൽകുന്നത്. കാരണം അള്ളാഹുവിങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ആ റഹ്മാനായ റബ്ബ് നിങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ കരുതൽ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, സ്വർഗം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന ശക്തമായ താക്കീത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിളാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. രഹസ്യ സംഭാഷണം എങ്ങനെയാകണമെന്നും എന്തിനു വേണ്ടിയാകണമെന്നും എങ്ങനെയാകാൻ പാടില്ല എന്നും അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തി. ഇനി അല്ലാഹു തആല പറയാ, ഇന്നമൻ നജ്വാ, തീർച്ചയായും ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് മിനശ് ശൈത്വാൻ, അത് പിശാചിൽ നിന്ന് മാത്രമുള്ളതാണ്. പിശാചിൽ നിന്നാണ് ഈ
രഹസ്യ സംഭാഷണങ്ങളും ഗൂഢാലോചനകളും എല്ലാം ഉണ്ടാകുന്നത്. മറ്റവരെ വകവരുത്താൻ, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കുവാൻ, അങ്ങനെ പലതരത്തിലുള്ള ഗൂഢാലോചനകൾ ലോകത്ത് സമൂഹത്തിൽ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ പിശാചാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിശാചിൽ നിന്നുള്ളതാണ് രഹസ്യ സംഭാഷണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പക്ഷേ എങ്ങനെയുള്ളതാകാം? രാജ്യത്തിന്റെ, നാടിന്റെ, വീടിന്റെ, സമൂഹത്തിന്റെ അതിന്റെയൊക്കെ നന്മകൾക്ക് വേണ്ടിയുള്ള രഹസ്യ സംഭാഷണങ്ങളാകാം, ഗൂഢാലോചനകൾ ആവാം. അതല്ലാതെ സമൂഹത്തിന് ഉപദ്രവകരമായ നമ്മുടെ മഹനീയമായ നമ്മുടെ രാജ്യത്തിന് അതിന് മുറിവേൽപ്പിക്കുന്ന അത്തരത്തിലുള്ള ഗൂഢാലോചനകളിൽ ആരെങ്കിലും പെടുന്നുവെങ്കിൽ അറിയുക, ആ ഗൂഢാലോചനയും ആ ഗൂഢാലോചനയുടെ ആൾക്കാരുമൊക്കെ പിശാചിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, അത് വ്യസനിപ്പിക്കുവാൻ വേണ്ടിയാണ്. അല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ വേദനിപ്പിക്കാൻ വേണ്ടി. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം കൂടെ ഉണ്ട്. എന്തറിയോ? നമ്മൾ യോഗം കൂടുമ്പോ, അതല്ലെങ്കിൽ ഒരു സംഭാഷണം നടത്തുമ്പോ, ഒരു ആലോചന യോഗത്തിൽ പങ്കെടുക്കുമ്പോ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാൻ വേണ്ടിയാകരുത്, നമ്മുടെ രാജ്യത്തിന് എതിരാകരുത്, നമ്മുടെ നിയമവ്യവസ്ഥിതികൾക്ക് എതിരാകരുത്. അതെല്ലാം അള്ളാഹു വിശ്വാസികളാകുന്ന നമ്മെ പഠിപ്പിച്ച ഇത്രയും കൃത്യമായ ഒരു നിയമവും നിർദ്ദേശവുമുള്ള മതം ഇസ്ലാം മാത്രമാണ്. വേറെ ഒരാളോടും ഒരു സമൂഹത്തിനും ഇത്രമായ കൃത്യമായ നിർദ്ദേശം ദൈവത്തിൽ നിന്ന്, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടാവില്ല. സമൂഹത്തിന് ഉപകരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ അത്തരം ഗൂഢാലോചനകളിൽ പങ്കെടുക്കരുത്. എന്നിട്ട് വിശ്വാസികളോട് അല്ലാഹു തആല പറയുന്നത് എന്താ? അത് പിശാചിൽ നിന്നുള്ളതാണ്. അത് വിശ്വസിച്ചവരെ വ്യസനിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയിലും പങ്കെടുക്കരുത്, ഒന്നിലും പങ്കെടുക്കാൻ പാടില്ല. ഇനി നമ്മളെ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നു, അത് മറ്റുള്ള ആർക്കും വേണ്ടിയല്ല, പിന്നെ ആരെ വേണ്ടിയാ? എന്റെ സംഘടന മാത്രമാണ് നല്ലത്, അതുകൊണ്ട് മറ്റോന്റെ സംഘടന അത് ശരിയല്ല, അതുകൊണ്ട് അതിനെ തറപറ്റിക്കണം, ആ സംഘടനയിലുള്ള നേതാക്കന്മാരെ ഇകഴ്ത്തുവാൻ, അങ്ങനെ മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള രഹസ്യ സംഭാഷണങ്ങളും പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിശ്വസിച്ചവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഗൂഢാലോചനകളിൽ നിങ്ങൾ ആരും കണ്ണികളാകരുതേ എന്ന് ശക്തമായി അതാക്കിയത്. ഞാനിവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അത് മറ്റുള്ളവന് വേദനയുണ്ടാകുമോ? അങ്ങനെ വേദനയുണ്ടാക്കുവാൻ വേണ്ടി, അവനെ ഇല്ലാതെയാക്കുവാൻ, അവരെ തറപറ്റിക്കുവാൻ, അവരെ തോൽപ്പിക്കുവാൻ, അവരെക്കാളും വലിയവനാണ് ഞാനെന്ന് വരുത്തി തീർക്കുവാൻ സമൂഹത്തിൽ പണ്ഡിതന്മാരെയും അതേപ്രകാരം ഉമറാക്കളെയും ഒക്കെ അതേപ്രകാരം രാഷ്ട്രീയ ദീനിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുവാനും അവരെ വഷളാക്കാനും വേണ്ടിയുള്ള ചർച്ചകൾ, ഗൂഢാലോചനകളിൽ നിങ്ങളാരും കണ്ണികളാകരുതേ വിശ്വാസികളെ എന്നതാണ് അള്ളാഹുവിന്റെ താക്കീത്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ്! വർത്തമാന കാലഘട്ടത്തിൽ ഈ ആയത്ത് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയാ, അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നതല്ലതാനും ഒട്ടും അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ. ഏതെങ്കിലും മുസ്ലിമായ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുവാനോ, ഏതെങ്കിലും വ്യക്തികളെ അവരെ അടിച്ചമർത്തുവാനോ, അവരെ താഴ്ത്തിക്കെട്ടുവാനോ, അവരെ പരിഹസിക്കുവാനോ, അവരെ വഷളാക്കുവാനോ നീ യോഗം കൂടി തീരുമാനം എഴുതിയിട്ട് നീ അവിടെ എഴുതി വെച്ച് പ്രമേയം പാസാക്കി എന്നതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഒരു ഉപദ്രവവും വരികയില്ല. അതും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു ബോർഡ് ബില്ല് വന്നു, ഏതെങ്കിലും ഒരു പുതിയ ബില്ല് പാസാക്കി, അതിനെതിരെ പ്രതിഷേധിക്കണം. നിയമപരമായ നടപടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അവിവേകികളായി നമ്മൾ എവിടെയും മാറാനും പാടില്ല. അള്ളാഹും റസൂലും പഠിപ്പിച്ച രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമുക്ക് ആകാവുന്നതാണ്, പക്ഷേ പരിധി വിടുന്ന അവസ്ഥയുണ്ടാകരുത്. എന്നിട്ട് അള്ളാഹു പറയാ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ അവർക്ക് ഒട്ടും ഉപദ്രവം ചെയ്യുന്നതല്ല. നീ എന്ത് തന്നെ ഗൂഢാലോചനകൾ നടത്തിയാലും, ആര് എവിടെ ഇരുന്നു കൊണ്ട് എത്ര തന്നെ നമ്മളെ ഇല്ലായ്മയാക്കാനും അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയണമെന്ന് എല്ലാ ആളുകളും ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ എത്ര തന്നെ കുതന്ത്രം അവർ പ്രയോഗിച്ചാലും അവർക്ക് ഒട്ടും ഉപദ്രവം വരുത്താൻ കഴിയില്ല. ഇല്ലാ ബിഇദ്നില്ലാ, റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ. വഅലല്ലാഹ്, അള്ളാഹുവിന്റെ തീരുമാനം എന്തോ അതേ ലോകത്ത് നടക്കുകയുള്ളൂ. വല്ലാത്തൊരു വിശ്വാസമാണത് നമുക്ക്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല, റബ്ബ് തീരുമാനിച്ചതേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുകയും വേണം. പ്രതിഷേധിക്കേണ്ടത് പോലെ പ്രതിഷേധിക്കണം. അത് നിയമപരമാകണം. അത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാകരുത്, ആരെയും ഉപദ്രവിച്ചുകൊണ്ടാകരുത്, ആരെയും വേദനിപ്പിച്ചുകൊണ്ടാകരുത്. പ്രതിഷേധിക്കേണ്ടത് പോലെ പ്രതിഷേധിക്കണം. ആരെങ്കിലും ഗൂഢാലോചന നടത്തി നമ്മെ അങ്ങ് ഇല്ലായ്മ ചെയ്യാം, നമ്മെ അങ്ങ് നാട്ടിൽ നിന്ന് അട്ടിയോടിക്കാം എന്ന് ആർക്കെങ്കിലും ചിന്ത വരുന്നുവെങ്കിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ട ആയത്തിന്റെ റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ ഒട്ടും വിശ്വാസികളാകുന്ന ആളുകൾക്ക് ദ്രോഹം വരുത്താൻ ഒരാൾക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ ബലമേൽപ്പിച്ചുകൊള്ളുക
കൊള്ളുക. ആ അള്ളാഹു ഉണ്ട് നിങ്ങളുടെ സംരക്ഷകനായി, ആ നാഥൻ ഉണ്ടാകും നിങ്ങളുടെ സംരക്ഷകനായി. ആ റബ്ബിനെ ആരാധിക്കുവാനോ, ആ റബ്ബിങ്കിലേക്ക് വട്ടാതെ വെച്ച് മടങ്ങുവാനോ, ആ റബ്ബിനോട് നിങ്ങളുടെ സങ്കടങ്ങളും പരാതികളും പറയാനോ എല്ലാം റഹ്മാനായ റബ്ബിൽ ബരമേൽപ്പിക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് കഴിയണേ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. 11ാമത്തെ ആയത്തിൽ മറ്റൊരു കാര്യമാണ് അല്ലാഹു തആല പറഞ്ഞു. അഭിവാദനത്തെക്കുറിച്ച്, ഗൂഢാലോചനകളെക്കുറിച്ച്, എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഏത് അഭിവാദന രീതിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് 11ാമത്തെ ആയത്തിൽ നമ്മൾ സമ്മേളിക്കുന്ന സമ്മേളനങ്ങൾ, ഒരു സദസ്സ്, ഒരു വിജ്ഞാന സദസ്സാകട്ടെ, അതല്ലെങ്കിൽ ഒരു കടയിലേക്ക് നമ്മൾ പോയി അവിടെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്, അവിടെ ആകട്ടെ, എവിടെയാണെങ്കിലും ഒരു സദസ്സിൽ ചെല്ലുമ്പോൾ അവിടെ നാം സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് 11ാമത്തെ ആയത്തിൽ. എവിടെയാണെങ്കിലും ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് ഒരു വിശ്വാസി കടന്നു ചെന്നാൽ ആ സദസ്സിൽ പാലിക്കേണ്ട കൃത്യമായ മര്യാദ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലകും തഫസ്സഹൂ ഫിൽ മജാലിസ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, ഇദാ ഖീല ലകും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹൂ, ഒന്ന് ഒഴിവ് തരൂ, ഒരു വിശാലത തരൂ, ഫിൽ മജാലിസി, ഇരിപ്പിടങ്ങളിൽ. ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ രണ്ടാൾ ഒരു സീറ്റിൽ ഇരിക്കുകയാണ്, ഒരു ഉദാഹരണം മാത്രം. അപ്പോൾ ഒരാൾ സുഖമില്ലാത്തൊരു വയസ്സായ ഒരാൾ അല്ലെങ്കിൽ സുഖമില്ലാത്തൊരു രോഗിയായ മനുഷ്യൻ ഒന്ന് കുറച്ച് ഒതുങ്ങിയിരിക്കുമോ, ഒന്ന് ഒതുങ്ങി തരുമോ എന്ന് ചോദിച്ചു. പള്ളിയിലേക്ക് കടന്നു ചെന്നു, അവിടെ നമ്മളിങ്ങനെ ഉഷാറായിട്ട് വിശാലമായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹോദരൻ വന്ന് ഒന്ന് അടുത്തിരിക്കൂ എന്ന് പറയാം, അല്ലെ? നമ്മൾ സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇദാ ഖീല ലകും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു, ഒന്ന് വിശാലത ചെയ്യൂ, ഒന്ന് അടുത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ, ഫഫ്സഹു, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കണം. ഞാനോട് എന്നോട് ചോദിക്കാൻ, നിനക്ക് എനിക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൂ, അങ്ങനത്തെ തണ്ടിന്റെ വർത്താനല്ല നിങ്ങൾ പറയേണ്ടത്. അവിടെ ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ മറ്റൊരാൾക്ക് കൂടി ഇരിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ, അവിടെ ചെറിയ പ്രയാസം നമുക്ക് ഉണ്ടാകുമെങ്കിൽ പോലും, അത് വാഹനങ്ങളിലാകട്ടെ മറ്റ് എവിടെയാകട്ടെ, കൊടുക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും എന്ത് ചെയ്യണം? ഫഫ്സഹു, നിങ്ങൾ അവന് വിശാലത ചെയ്തു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നു, എന്നാൽ യഫ്സഹില്ലാഹു ലക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുക്കുന്നതാണ്. ഒരാൾ കയറി വന്ന ആവശ്യപ്പെടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവന്, ഒരാൾ ബസ്സിലേക്ക് കയറി വന്നു, ഒരാൾ ഒരു സ്ഥലത്തേക്ക് കയറി വന്നു, നമ്മളവിടെ രണ്ടാളിങ്ങനെ ഇരിക്കുകയാണ്, ഒരാൾക്കും കൂടെ നമ്മളൊന്ന് ഒതുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾക്കും കൂടെ അവിടെ ഇരിക്കാൻ കഴിയും. അയാൾ ആവശ്യപ്പെടണമെന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് സൗകര്യം ചെയ്തു കൊടുക്കണം. ഇനി സൗകര്യം ചെയ്ത് എനിക്ക് കുറച്ച് ഇരിക്കാനുള്ള സീറ്റ് തരുമോ എന്ന് ആവശ്യപ്പെട്ടാൽ എന്തായിരുന്നാലും നിർബന്ധമായും വിശ്വാസികളാകുന്ന ആളുകൾ അതിന് വിശാലത ചെയ്തു കൊടുക്കണമെന്നും, അങ്ങനെ വിശാലത ചെയ്തു കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വിശാലത ചെയ്യും എന്നും പഠിപ്പിച്ചു. തുടർന്ന് വഇദാ ഖീല പറയപ്പെട്ടാൽ, ഇൻഷുസൂ, നിങ്ങൾ എഴുന്നേൽക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഫൻഷുസൂ, എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുക. ഒരു സദസ്സിൽ നമ്മൾ ചെന്നു, അത് നമ്മളെക്കാളും പ്രയാസപ്പെട്ട ആളാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ, നമുക്കൊക്കെ മനസ്സിലാകുന്നതാണ് ബസ്. ആ ബസ്സിൽ കയറി നമ്മൾ രണ്ടാൾ ഇരിക്കുക, നമ്മൾ അത്യാവശ്യം യുവത്വമുള്ള, ആരോഗ്യമുള്ള, കുറച്ചൊന്നും നിന്നാലും വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുക്കൂ, ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുവോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഞാനാണ് ആദ്യം വന്നത്, ഞാനാണ് ഇവിടെ സീറ്റ് പിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനമല്ല. വിനയാന്യതരാവുകയാണ് വിശ്വാസികൾ വേണ്ടതെന്നും, അത്തരം സ്ഥലങ്ങളിൽ വഇദാ ഖീല പറയപ്പെട്ടാൽ, ഇൻഷുസൂ, നിങ്ങൾ എഴുന്നേൽക്കുവീരെന്ന് പറയപ്പെട്ടാൽ, ഫൻഷുസൂ, എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ എഴുന്നേൽക്കണം. എങ്കിൽ യർഫഇല്ലാ, അല്ലാഹു ഉയർത്തുന്നതാണ്, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പദവി ഉയർത്തുന്നതാണ്. പിന്നെ ആരെ? വല്ലദീന ഊതുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ടവരെയും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കും വിവരമൊക്കെയുള്ള, ഇതൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് ഇത്തരം പ്രയാസഘട്ടങ്ങളിൽ എഴുന്നേറ്റ് കൊടുക്കാനും വിശാലത ചെയ്യുവാനും ഒക്കെ ആർക്കേ കഴിയുള്ളൂ. അതിന് ഒന്ന് വിശ്വാസിയാകണം, അതേ പ്രകാരം വിവരം ഉണ്ടാകും വേണം, തിരിച്ചറിവുണ്ടാകണം. വെറും കേൾക്കുകയും പരീക്ഷ എഴുതുകയും മാത്രം ചെയ്താൽ പോരാ, വിവരമുള്ള ആളുകളെയും. ഊതുൽ ഇൽമ ദറജാത്ത്, വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു ഉയർത്തുന്നതാണ്. ദറജതൻ, പല പദവികൾ അള്ളാഹു ഉയർത്തി നൽകും, അവർക്ക് ഉന്നതമായ പദവി ഉണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരു സദസ്സിൽ നാം പാലിക്കേണ്ട മര്യാദകളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ വിശദീകരണം നമുക്ക് നൽകാവുന്നതാണ്. പഠിക്കുക, പകർത്തുക, അത് ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അതാണ് പ്രധാനം. പഠിച്ചിട്ട് അതുകൊണ്ട് എന്തമൽ നീ ചെയ്തടാ എന്ന പരലോകത്ത് നിന്ന് ചോദ്യം ഉണ്ടാകുക. പഠിക്കുക എന്നതിനേക്കാളും പ്രധാനമാണ് ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ നാളെ പരലോകത്ത് നിന്ന് പഠിച്ചിട്ട് എന്ത് നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് റബ്ബിനോട് മറുപടി പറയാൻ നമുക്ക് കഴിയോ? അതിന് ഉതകുന്ന രീതിയിൽ അല്ലാഹു തആല നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. നാം പഠിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായ വിജ്ഞാനമാക്കി തീർക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.